ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്നതിൻ്റെ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് രാത്രി കർത്താവ് അതിശക്തമായിട്ട് നമ്മുടെ നടുവിൽ ആവേശം നൽകുക, ദൈവിക ശബ്ദം ഇടപെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ വ്യക്തമായി എല്ലാവർക്കും കേൾക്കാമെന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കാമല്ലോ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മകത്തും, 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 ദൈവത്തിന് മകത്തും. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അപ്പാ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. കർത്താവേ, ഞങ്ങൾ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു കർത്താവ്. മറ്റെന്തിനേക്കാളും ഞങ്ങൾ ശക്തമായി നിന്നെ സ്നേഹിക്കുന്നു, മറ്റേതിനേക്കാളും ഞങ്ങൾ ആഴമായി നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ കഴിഞ്ഞേ ഉള്ളൂ. മറ്റെന്തും, ഞങ്ങളുടെ ഏത് താല്പര്യങ്ങളും, ഞങ്ങളുടെ എന്ത് കാര്യവും ഞങ്ങളുടെ കർത്താവിനെ കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. I love you, I love you, I love you, Jesus. I love you, I love you, I love you, Jesus. അങ്ങേ സ്നേഹിക്കുന്നേ, അങ്ങേ സ്നേഹിക്കുന്നേ, അങ്ങേ സ്നേഹിക്കുന്നേ യേശുവേ, അങ്ങേ സ്നേഹിക്കുന്നേ, അങ്ങേ സ്നേഹിക്കുന്നേ, അങ്ങേ സ്നേഹിക്കുന്നേ യേശുവേ. I love you, I love you, I love you, Jesus. I love you, I love you, I love you, Jesus. ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
ഇന്ന് രാത്രികാലം അപ്പച്ചാ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ പാദപീഠത്തിലിരിക്കുന്ന ഓരോ സമയങ്ങളും ഞങ്ങൾ സ്വർഗീയ ശബ്ദത്തിനകത്തും സ്വർഗീയ ശക്തിക്കകത്തും ഇന്ന് രാത്രികാലം നിറഞ്ഞ് കവിഞ്ഞ് ആത്മനിറവുള്ളവരായി, ആത്മബലമുള്ളവരായി, ദൈവശബ്ദമുള്ളവരായി, ദൈവശക്തിയുള്ളവരായി ഇരിപ്പാൻ ദൈവമേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശേഷാൽ ഈ കർത്താവ് ഓൺലൈൻ ഗ്രൂപ്പിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് കർത്താവെ, ആരെല്ലാം ഇതിനടുത്ത് അവയെ പങ്കെടുക്കുന്നുണ്ടോ, ഇതിനകത്ത് ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടോ, അവരുടെ മേലൊക്കെ ദൈവശക്തി ഇറങ്ങട്ടെ. ആ കുടുംബങ്ങളുടെ മേലൊക്കെ ദൈവശക്തി ഇറങ്ങട്ടെ. തലമുറകളുടെ മേലൊക്കെ ദൈവശക്തി ഇറങ്ങട്ടെ. അവരുടെ ബിസിനസ്സുകളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ആമേൻ. അവരുടെ ചാർച്ചക്കാരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഈ മീറ്റിംഗ് അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു വരുന്ന ആമേൻ ഒരു മീറ്റിംഗ് ആക്കി ദൈവം മാറ്റേണ്ടതിനാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതുപോലെ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വിവിധ ദേശങ്ങളിലും വിവിധ സ്ഥാനങ്ങളിൽ നടക്കുന്ന കൺവെൻഷനുകളെ, മീറ്റിങ്ങുകളെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് അവർക്കൊരു അനുഗ്രഹമാകട്ടെ. അവിടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. പരസ്പരം ദേശത്ത് അന്യോന്യം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയും സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനാൽ ഞങ്ങൾ ആത്മാവിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി മീറ്റിങ്ങിന് കടന്നു വന്ന എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ ദൈവം അനുഗ്രഹിക്കണമേ. അതിന് നാവോടും വായോടും ദൈവ സാന്നിധ്യം കൊണ്ടിരിക്കേണ്ടതിനാൽ ഓ കർത്താവെ, അതിന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആത്മാവിൽ നിറച്ചാട്ടെ. ദൈവകൃപയ്ക്കുള്ള ദൈവത്തിന്റെ അമ്മ മറക്കേണ്ടതിനാൽ അടിയിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ പരിശുദ്ധാത്മാവ് ലീഡിയാണ്. മഹത്വം ചലിക്കണം. ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ വലിയവൻ ദൈവമാണ്, മഹത്വം എടുക്കുന്നവൻ ദൈവമാണ്. ഇന്ന് രാത്രികാലം സകല മഹത്വവും പുകഴ്ചയും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ അകത്ത് അസാധാരണമായ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശബ്ദം ആമേ അബ്രാഹാമിന്റെ വീട്ടിനകത്തേക്ക് ഇറങ്ങിച്ചെന്നത് പോലെ, ഓ സ്തോത്രം, ഇസ്ഹാക്കിലേക്ക് ദൈവശബ്ദം ഇറങ്ങിച്ചെന്നത് പോലെ, യാക്കോബിലേക്ക് ദൈവശബ്ദം ഇറങ്ങിച്ചെന്നത് പോലെ, ആമേൻ മതി എന്ന് പറഞ്ഞു കിടക്കുന്ന ഏലിയാവിന്റെ കാതിലേക്ക് ദൈവശബ്ദം ഇറങ്ങിച്ചെന്നത് പോലെ, ഏലിശ ദൈവശബ്ദം കേട്ടതുപോലെ, ലോഹ ദൈവശബ്ദം കേട്ടതുപോലെ അതിശക്തമായത് ഇന്ന് രാത്രികാലം ഇടപെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കുള്ള ദൈവം മറക്കണം. സകല മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാല അവൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് ഇവരോട് ഒരുമിച്ച് ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്തായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്നായിട്ട് കേൾക്കാം, എന്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വിശേഷാല് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന, ഈ മീറ്റിങ്ങിന് ആത്മീക നേതൃത്വങ്ങൾ കൊടുക്കുന്ന, ഗാനം ആലപിച്ച, ദൈവജനത്തിന് സംസാരിച്ച് നമ്മളെ ബലപ്പെടുത്തിയ, സാക്ഷ്യങ്ങളെ പറഞ്ഞ പ്രിയ കർത്താസിയോടുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കാൻ മുഖാന്തരമായത് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആ മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനൊക്കെയും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ആ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും മുൻകണ്ടിരിക്കുന്ന ആ ദൈവ കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കണ്ടുവെങ്കിലും സ്തോത്രം ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്. അങ്കിളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്കിളിന്റെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വിശേഷാല എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സ്തോത്രം. ഹല്ലേലൂയ ആന്റിയോടുള്ള സിസ്റ്ററോടുള്ള നന്ദിയെ ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഈ ഗ്രൂപ്പിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ആത്മാവിൽ വർദ്ധിച്ചു പെരുകി സ്തോത്രം ഒത്തിരി പേർക്ക്, ലോകരാജ്യങ്ങൾക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശക്തമായ ഒരു വിടുതലായി മാറുവാൻ ഇന്ന് രാത്രിക്കാലം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ഒരു ഇടപെടൽ സ്വന്തം എന്റെ ജീവിതത്തിനകത്ത് തന്നോ. ഞാൻ ഈ മീറ്റിംഗിന് ക്ഷണം കിട്ടിയ ദിവസം മുതൽ ഞാൻ ആത്മാവിൽ ദൈവത്തോട് ചോദിച്ചു കൊണ്ടു എന്ത് പറയണം,
എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എന്നോട് സംസാരിച്ച വേദഭാഗത്തിനകത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുന്നത്. ചില നിമിഷങ്ങള് നമ്മള് സാധാരണ നമ്മുടെ മീറ്റിംഗ് ഇരിക്കുന്നതിനേക്കാളും ഒന്നുകൊണ്ടൊന്ന് ശക്തിയായി ആത്മാവിൽ നിന്ന് ബലപ്പെട്ടുകൊണ്ടിരിക്കാനാണ് പോകുന്നത്. ഞാൻ ദൈവവചനത്തിനകത്ത് നിന്ന് ശുശ്രൂഷിക്കും. എന്റെ ചില സാക്ഷ്യങ്ങളെ ഞാൻ നിങ്ങളോട് പറയും. ആദ്യമായി എന്റെ പേര് ഞാൻ പറയുകയാണ്. എന്റെ പേര് ശോഭരാജ്. എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ല. സ്തോത്രം വിദ്യയാണ് എന്റെ സ്വദേശം. സ്തോത്രം ചെയ്യുന്ന പൊൻകുടി ബോണക്കാട് പേപ്പാറ ഇതിനൊക്കെ സ്തോത്രം വളരെ അടുത്താണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഞങ്ങളുടെ ഭാഗം വനത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ചില ദിവസങ്ങളൊക്കെ ആനയുടേതാകുന്ന ബുദ്ധിമുട്ടുണ്ട്. കാക്കപ്പോത്തുണ്ട്. സ്തോത്രം പന്നിയുടെ ശല്യം ഒത്തിരി ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. പ്ലാവ് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് രാത്രി അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവശബ്ദം അതിശക്തമായി കേൾക്കുവാൻ ആഗ്രഹമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വളരെ ദാഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി സ്തോത്രം ദൈവസന്നിധിയിലേക്ക് ആയിരിക്കാം. കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങുകൾ, കഴിഞ്ഞ ആഴ്ചയിലെ മീറ്റിങ്ങുകൾ, ദൈവസഭയിലെ മീറ്റിങ്ങുകൾ, ഭവന പ്രാർത്ഥനകൾ, നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ശക്തമായ സ്തോത്രം ദൈവപ്രവൃത്തി ഞങ്ങൾ കാണുന്നുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തവര് പുതുതായിട്ട് അഭിഷേകം പ്രാപിക്കുന്നു. അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല, അവർ അന്യ ഭാഷയിൽ അവർ സംസാരിക്കുന്നു. വളരെ വ്യത്യസ്തപരമായ നിലയിൽ ദൈവം ഞങ്ങളെ നടത്തുന്നുണ്ട്. വളഞ്ഞ അസ്ഥികളെ ദൈവം നിവർത്തുന്നുണ്ട്. കിടരോഗികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് പകൽ നടന്ന ഒരു അത്ഭുത സാക്ഷ്യം ഇവരോട് പറഞ്ഞിട്ട് മുൻപിലേക്ക് ദൈവജനത്തിലേക്ക് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഭവനത്തിനകത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഒരു ആന്റി പറഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. എന്റെ കൈയുടെ പിറക ഭാഗം മുതൽ നട്ടല് വരെ ഒരു വല്ലാത്ത വേദന, ഇതിനൊക്കെ ഒരു അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ തലയിൽ കൈവച്ചു. കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ആത്മനിറവിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തീ ഒരുക്കി വെച്ചിരുന്നു. അടുത്ത വീട്ടിൽ ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ആ വീട്ടിൽ കയറി ഞങ്ങൾക്കൊരുക്കുന്ന ടീയൊക്കെ ഞങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്റി പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് പകലിലെ പ്രാർത്ഥന ദൈവം എന്നെ തൊട്ടു. സ്തോത്രം. എന്റെ ശരീരത്തിന്റെ വേദന മാറി. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ വേദന കൊണ്ട് നടക്കുകയായിരുന്നു. എന്റെ അസ്ഥിയിലൂടെ നട്ടല് വരെ വ്യാപരിക്കുന്ന ആ വേദന ഇന്ന് കർത്താവ് എടുത്തു മാറ്റി. ഒരാമയും പറയാമോ? ഇന്ന് രാത്രികാലം ആ ദൈവം ശാരീരികമായി സൗഖ്യമാക്കിയ ദൈവം, വിട്ടുവീഴ്ച ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളെ തൊടും. ഈ മീറ്റിങ്ങിനകത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങാം. നിങ്ങളുടെ തലമുറ ദൈവം തൊടും. പഠിക്കുന്നവരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, വലിയ ദൈവശബ്ദം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആത്മാവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നുവോ, നിങ്ങൾ വ്യാകുലപ്പെടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതോ മറ്റാരോടും പറയാത്ത വിഷയങ്ങളായിരിക്കാം. ഏത് വിഷയങ്ങളായാലും ഇന്ന് രാത്രി കർത്താവ് എന്റെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് നമുക്കായിരിക്കാം. കർത്താവ് അത്ഭുതകരമായി നമ്മളെ നയിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുവല്ലോ എന്റെ പേര് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുവല്ലോ സ്തോത്രം. ഞാൻ ജനിച്ച സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വിദ്യാഭ്യാസമൊക്കെ വിതുര ഹല്ലേലൂയ സ്കൂളിലാണ് ഞാൻ നടത്തിയത്. ഞാൻ +2 വരെ പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. അവിടെ നിന്ന് സ്തോത്രം ഞാൻ ചില വർഷങ്ങൾക്ക് ശേഷം ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആയൂർ എന്ന് പറയുന്ന, കൊല്ലത്തിനടുത്ത് ആയൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, ചെറുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഹല്ലേലൂയ ന്യൂ ലൈഫ് എന്ന് പറയുന്ന IPCയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ആ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് പാസ്റ്റർ ഹല്ലേലൂയ റവറൻഡ് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബൈബിൾ കോളേജിൽ 3 വർഷം അവിടെ നിന്ന് കർത്താവിന്റെ വചനം പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. ഞാൻ ഹല്ലേലൂയ ആ കോളേജിൽ എൻ്റർ ചെയ്ത ദിവസം എന്റെ സഭയുടെ ആത്മീക പിതാവ് പാസ്റ്റർ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ട ദിവസം എന്നോട് ദൈവാലോചന പറഞ്ഞു, നീ ആ കോളേജിൽ ചെയ്യുമ്പോൾ സ്തോത്രം 1ാമത്തെ ദിവസം ഞാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ, പോകണമെന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഒരു ദൈവാലോചന എന്നോട് പറഞ്ഞതാണ്, ദൈവശബ്ദം പറഞ്ഞതാണ്, നീ ആ കോളേജിൽ ബൈബിൾ കോളേജിൽ പോകുന്ന 1ാമത്തെ ദിവസം നിന്റെ വീക്ക് മാറും എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു.
ആമേശ്വരം. എന്നാൽ ഒന്നാമത്തെ ദിവസം ദൈവമക്കളെ ആമേശ്വരം ഹല്ലേലൂയ, ഞാൻ അവിടെ മീറ്റിങ്ങിന് ആമേശ്വരം ഹല്ലേലൂയ ആമേശ്വരം കടന്നുപോയി. ആമേശ്വരം ഒന്നാമത്തെ ആ മീറ്റിംഗ് രാത്രി ചാപ്പലിൽ ഞാൻ കയറിയപ്പോൾ അന്ന് വൈകുന്നേരം പ്രവചനാത്മാവിൽ സംസാരിപ്പാനും ആമേശ്വരം ഹല്ലേലൂയ എന്റെ വിക്ക് അവിടെ വെച്ച് മാറുവാനും ഇന്ന് വരെ വിക്കില്ലാതെ ആമേ സംസാരിപ്പാൻ കർത്താവ് കൃപ തന്നു. ആമേശ്വരം ഒരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രികാലം ഈ ദൈവങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആമേശ്വരം വേഗതകളെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആമേശ്വരം ആഹാബിന്റെ രക്തത്തിന് മുമ്പേ ഓടുവാൻ പ്രവചന ശബ്ദത്തിന് കഴിഞ്ഞെങ്കിൽ ആമേ കുതിര ശക്തിക്ക് മുമ്പേ ഓടുവാൻ ആമേശ്വരം ദൈവശക്തിയെ പ്രാപിക്കുന്നവന് ദൈവത്തെ കാത്തിരിക്കുന്നവനെ കഴിഞ്ഞെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ഇന്ന് രാത്രികാലം ആത്മാവിന്റെ വചനങ്ങളെ ഏറ്റെടുത്താട്ടെ. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ ആമേ തളർന്നു പോകാതെ നടക്കും. ഇന്ന് രാത്രികാലം പിന്നിലായി കിടക്കുന്ന വിഷയങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ, ചില ഫയലുകൾ യേശുവിന്റെ നാമത്തിൽ അതിവേഗത്തിൽ ദൈവ പ്രവൃത്തികൾ അതിനകത്ത് വ്യാപരിക്കട്ടെ. വളരെ വലിയ ദൈവ സാന്നിധ്യം ഇതിന്റെ ആരംഭം ഞാൻ അനുഭവിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവം നമ്മെ തൊടുകയാണ്. വ്യക്തമായ യോഗം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവാത്മാവിനോട് ഇടപെടുന്നത് വളരെ കറക്റ്റ് ആയിട്ടാണ്. ആ ബൈബിളിൽ ലഭിച്ച ആമേശ്വരം ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ടു തുടങ്ങും. താങ്ങുന്ന ദൈവത്തിന്റെ കരത്തെ നിങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ആമേൻ വീര്യ പ്രവൃത്തികളെ കാണാൻ എന്റെ സഭയോട് പഠിപ്പിക്കുന്നത് നാം എങ്ങനെ ദൈവത്തെ പ്രതീക്ഷിക്കണം. നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ട് ആമ ഏറ്റവും വലിയ ദൈവത്തെ പ്രതീക്ഷിക്കണം. നമ്മുടെ ദൈവം ശക്തനായതുകൊണ്ട് ഏറ്റവും ശക്തമായ ദൈവത്തെ പ്രതീക്ഷിക്കണം. നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട് ഏറ്റവും വിശുദ്ധമായത് അബദ്ധത്തിൽ പ്രതീക്ഷിക്കണം. നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകിയാൽ ആമേ ശക്തമായത് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ആമേശ്വരം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ ആമേശ്വരം ഹല്ലേലൂയ 1-ാമത്തെ വചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആമേൻ പ്രൈസലോട് ഹല്ലേലൂയ ആമേശ്വരം ഹല്ലേലൂയ 46-ാമത്തെ സങ്കീർത്തനം അതിന്റെ പ്രൈസലോട് ഹല്ലേലൂയ 1-ാമത്തെ വചനം. ആമേശ്വരം വായിക്കാം. ആമേശ്വരം ഹല്ലേലൂയ. ഹലോ, സങ്കീർത്തനം 46-ന്റെ 1 മുതൽ വായിക്കുന്നു. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവൻ ഇന്ന് രാത്രികാലം ഈ വചനത്തിനകത്ത് നിന്ന് നമ്മളത് ചിന്തിക്കാൻ വേണ്ടി അവൻ പോവുകയാണ്. ഇന്ന് രാത്രി ശക്തമായ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. അവൻ കർത്താവിന്റെ വലിയ കരം ഇന്ന് രാത്രി നമ്മുടെ മേൽ നീക്കപ്പെടുമാറാകട്ടെ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ വളരെ വലിയ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം ആമേ സ്തോത്രം നിങ്ങൾ ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തതിലുണ്ടെങ്കിൽ ആമേ സ്തോത്രം തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവമേ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ മീറ്റിങ്ങിനകത്ത് ഏൽപ്പിച്ചു കൊടുത്ത ആമേ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ അന്യഭാഷകളെ സംസാരിക്കും. നിങ്ങൾ ആത്മനിറവിൽ നിറയപ്പെടും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനം അതിൽ 1-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുന്നു. ആമേൻ സ്തോത്രം ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ആമേൻ സ്തോത്രം അതിന്റെ 2-ാം ഭാഗമാണ് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവവൈദ്യരെ, ആമേൻ സ്തോത്രം ദൈവം നമ്മുടെ കഷ്ടതകളിൽ ഏറ്റവും നമ്മുടെ അടുത്തിരിക്കുന്നവനാണ്. മാറിപ്പോകുന്നവനല്ല, അകന്നിരിക്കുന്നവനല്ല. ദൈവം ആമേൻ സ്തോത്രം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നവനാണ്. സ്തോത്രം ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞു കൺവെൻഷനൊക്കെ പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാൽ ഇത് രാത്രികാലം ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു സ്തോത്രം മറ്റൊരു ശൈലിയും എടുക്കണ്ട, ഇന്ന് രാത്രികാലം ആത്മാവിൽ കയറിക്കോളാൻ പറഞ്ഞു. സ്തോത്രം മറ്റൊരു രീതിയിലേക്ക് പോകുന്ന സ്തോത്രം ദാവീദ് ഒരിക്കലും ശൗല്യം
യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദിനെ വിളിച്ചപ്പോ സ്തോത്രം ഹല്ലേലൂയ, ദാവീദിന് ശൗലിന്റെ പടച്ചട്ട കൊടുത്തു, ആ വലിയ വാളൊക്കെ ഇങ്ങോട്ട് കൊടുത്തു. വാളൊക്കെ വാങ്ങിച്ച് സ്തോത്രം ഹല്ലേലൂയ ആ ദാവീദ് അങ്ങോട്ട് നടന്നപ്പോ ദാവീദ് പറഞ്ഞു, എനിക്കിതൊന്നും ശീലമില്ല. സ്തോത്രം ഹല്ലേലൂയ, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ എനിക്കൊന്നും ശീലമില്ല. ദാവീദ് പറഞ്ഞു, അതൊക്കെ അഴിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ സഞ്ചി എടുത്ത് തോളിലോട്ട് അങ്ങോട്ട് എടുത്തിട്ടിട്ട് ആ കവണയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് യഹോവയുടെ നാമത്തിൽ യുദ്ധം ജയിക്കും. ഇത് രാത്രികൾ നമ്മൾ ജയിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ആത്മാവിൽ പറഞ്ഞാട്ടെ, ദൈവത്താലുള്ള ജയം, ദൈവത്താലുള്ള ജയം, ജീവിതത്തിനകത്ത് ദൈവത്താലുള്ള ജയം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് 5 കല്ല് എവിടെ നിന്ന് കിട്ടി? തോട്ടിന്റെ കരയിൽ നിന്നാണ് കിട്ടിയത്. മിനിസമുള്ള 5 കല്ലുകൾ. ഇന്ന് രാത്രികാലം ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങളെ തൊടുന്ന ഒരു വാക്യം കാണും. നിങ്ങളെ ആത്മാവിൽ തൊടുന്ന ദൂത് കാണും. നിങ്ങളെ തൊടുന്ന ദൈവശക്തിയിലെ ഒരു വാക്ക് ഇതിനകത്ത് കാണും. അത് മിസ്സാക്കി കളയുക. ഏത് മീറ്റിങ്ങിനകത്തും 100 കൂട്ടം വാക്കുകൾ, സെന്റൻസുകൾ, വാക്യങ്ങൾ പറഞ്ഞാലും ആത്മാവിൽ നിങ്ങളെ സ്പർശിക്കുന്ന ഒരു വാക്യം കാണും. ആത്മാവിൽ നിങ്ങളെ പിടിക്കുന്ന ഒരു വാക്യം കാണും. ഇന്ന് രാത്രികാലം അതിനെ പിടിക്കണം. അതാണ് നിങ്ങളുടെ ആപത്ത് നിങ്ങളെ വെട്ടിരിക്കാൻ പോകുന്നത്. ആ ദൂതാണ് നിങ്ങളുടെ കഷ്ടത നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന വാക്യങ്ങളെ, ദൈവ ശബ്ദങ്ങളെ ആത്മാവിൽ ഏറ്റെടുത്ത് മുൻപിലേക്ക് കടന്നു പോകുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ദാവീദ് മുൻപിലേക്ക് കടന്നുപോയി. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ നടത്തിപ്പാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? രാമയെ പറയാമോ? ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ നടത്തിപ്പ്. ദാവീദ് മുൻപിലേക്ക് പോയി. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ദാവീദ് മുൻപിലേക്ക് കടന്നുപോയി. ഗോലിയാത്ത് പറഞ്ഞു, ഞാൻ നിന്നെ തകർക്കും, ഞാൻ നിന്നെ പക്ഷിക്ക് ഇട്ട് കൊടുക്കും. ദാവീദ് പറഞ്ഞു, ഈ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ നിന്നെ തകർക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിക്കാലം പ്രതികൂലത്തെ നോക്കി പറഞ്ഞാട്ടെ, ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. ആത്മാവിലുള്ളവൻ മുമ്പോട്ട് കയറും, ദൈവശക്തി മുമ്പോട്ട് കയറും, അഭിഷേകമുള്ളവൻ മുമ്പോട്ട് കയറും. അവന്റെ സാഹചര്യങ്ങൾ നോക്കരുത്, ചുറ്റുപാടുകൾ നോക്കരുത്. ഇന്ന് രാത്രിക്കാലം ആത്മാവിൻ മുമ്പിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ആത്മശക്തിയോട് മടിച്ചിരിക്കല്. അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ദൈവകൃപയ്ക്കകത്ത് കയറി വന്നാട്ടെ. ദാവീദിന് അതിനകത്ത് ഒരൊറ്റ കല്ലെടുത്തു. അതിനകത്തൊരു ദൂത് പറഞ്ഞിട്ട് ഈ വാക്യത്തിനകത്തേക്ക് ഞാൻ കയറി വരാം. ഹല്ലേലൂയ. പ്രിയ ദൈവവചനേ, ദൈവത്തിന്റെ നടത്തിപ്പ് ഇറങ്ങി വന്നാൽ ചെറിയൊരു കൊച്ചു കല്ല് മതി. ഒരാമെ പറയാമോ? ദൈവത്തിന്റെ നടത്തിപ്പ് ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ തകരുവാൻ ഒരു കുഞ്ഞു കല്ല് മതി. നിങ്ങളുടെ ചുറ്റുപാടും ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും, നിങ്ങളെ ആരും കൈത്താങ്ങാനില്ലെങ്കിലും, ആരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ദൈവത്തിന്റെ നിയോഗം ഇറങ്ങി വന്നാൽ ഒരു കുഞ്ഞു കല്ല് മതി. 3 കാര്യങ്ങളെ മുൻപിലേക്ക് വെച്ച് ഞാൻ ആത്മീക വചനത്തിനകത്തേക്ക് കയറുകയാണ്. ഒന്ന്, ഈ ദിവസങ്ങൾ നാം ദൈവത്താൽ നടത്തപ്പെടുന്നവരാകുക. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ നടത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ പലരുടെ മുമ്പിൽ കയറും. ഒരാമേ പറയാമോ? മനസ്സിലായോ? ദൈവം നമ്മളെ നടത്താൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്ന് നമ്മൾ പലരുടെ മുമ്പിൽ കയറും. വിദ്യാഭ്യാസത്തിനകത്ത് മുമ്പിൽ കയറി വരും, ആത്മീയതയിൽ മുമ്പിൽ കയറി വരും, ആരോഗ്യത്തിൽ മുമ്പിൽ കയറി വരും, സമ്പത്തിൽ മുമ്പിൽ കയറി വരും, ബലത്തിൽ മുമ്പിൽ കയറി വരും, ആരാധന ഏറ്റവും മുമ്പിൽ കയറി വരും, ശുശ്രൂഷയിൽ ഏറ്റവും മുമ്പിൽ കയറി വരും. അവൻ ഇന്ന് രാത്രി പറഞ്ഞ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുകയാണ്. അതുകൊണ്ട് ആരും തളർന്നിരിക്കില്ല. ഇന്ന് രാത്രികാലം ആ ദൈവം നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ നടത്തിപ്പ് വെളിപ്പെട്ടാൽ അവൻ നിങ്ങൾ മുമ്പിൽ വരും. അവൻ ഏറ്റവും പിറകിൽ കളഞ്ഞ ദാവീദിനെ ഏറ്റവും മുമ്പിൽ കൊണ്ടുവന്നു. 2, ദൈവത്തിന്റെ നടത്തിപ്പ് വെളിപ്പെട്ടാൽ നിങ്ങൾ മുമ്പേ നടക്കും, അനേകര് നിങ്ങളെ പുറകെ വരും. ഇതൊരു ദൂതായി ഏറ്റെടുത്തുകൊള്ളണം. നിങ്ങൾ മുമ്പേ നടക്കും, അനേകര് നിങ്ങളെ പുറകെ വരും. മോശ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം ഏറ്റെടുത്ത് മുമ്പിലേക്ക് കടന്നുപോയപ്പോൾ അനേകര് മോശയുടെ പുറകെ നടക്കാൻ തുടങ്ങി. കാരണം എന്താ? മോശ ദൈവത്തിന്റെ നടത്തിപ്പിനകത്ത് കയറിയിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഇവിടെ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ നടത്തിപ്പിനകത്ത് നീ കയറി കഴിഞ്ഞാൽ പുറകെ പോകണ്ട. ഇന്ന് രാത്രികാലം അനേകർ നിന്റെ പുറകെ വരും. ആവശ്യങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ സകല ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം
മൂന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാം, ദൈവത്തെ നടത്തപ്പെടുമ്പോൾ ദൈവം നമ്മുടെ മുമ്പേ നടക്കണം. ഒരാമേ പറയാമോ? ആ വിശ്വസം ദൈവത്തെ നടത്തപ്പെടുന്നവൻ ആ വിശ്വസം ആ വ്യക്തിയുടെ മുമ്പേ ദൈവം നടക്കുക. ദൈവം മുമ്പേ നടന്നാൽ താമര കഥകൾ, ഈ പോടാമ്പലുകളെ ദൈവം തകർപ്പുകളെയും ഖണ്ഡിച്ചുകളെയും ഉടച്ചുകളെയും ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി ചിതറി പോകുന്നു. ആമേ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടി പോകുന്നു. എന്റെ രാത്രി ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. നിങ്ങൾ മുമ്പിൽ വരും. 2, നിങ്ങളുടെ പുറകെ വിശ്വാസം നടക്കുവാൻ ദൈവം ചില ഒരു കൂട്ടങ്ങളെ നിങ്ങളുടെ പുറകെ ആക്കും. നിങ്ങൾ അവരുടെ മുമ്പിലാകാം. മൂന്നാമത്തെ കാര്യം, ദൈവത്താൽ നടത്തിപ്പ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ നടക്കാം. നിങ്ങൾ അവന്റെ പുറകെ നടക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങോടുകൂടി നമുക്ക് ഒരുമിച്ച് അവന്റെ പുറകെ ഇന്നലെ വരെ നടന്നതിനേക്കാളും ആത്മാവിൽ ശക്തിയോടുകൂടി നടക്കുവാൻ, ആത്മാവിൽ ബലത്തോടുകൂടി നടക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. റബബബ ശബബബ റിബബബ ശബബബ ഇന്ന് രാത്രി കഴിഞ്ഞ ആമേശ്വരം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങുകയാണ്. ഏത് വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നോ ആ വിഷയത്തിനകത്ത്, ആ കഷ്ടതയ്ക്കകത്ത് ദൈവം ഏറ്റവും അടുത്തവനായിട്ട് നിൽക്കുകയാണ്. ദൈവജനം പറയുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും തുണയാകുന്നു. ആ വിശ്വത്തിൽ വേഗത്തിൽ മുന്നിലേക്ക് ഓടിച്ചു പോയിട്ട് ആ വിശ്വത്തിൽ 1, 2, 3 വ്യക്തികളെ ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്തി അങ്ങനെ ആ വചനത്തിനെ കൊണ്ട് കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആകെ 11 വാക്യങ്ങളാണ് ആമേശ്വരം 46 സങ്കീർത്തനത്തിന്റെ അകത്ത് ആമേശ്വരം ഉള്ളത്. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ബോധകപുത്രന്മാരാണെന്ന് സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആമേശ്വരം ഹാലേലൂയ. ഈ സങ്കീർത്തനം വളരെ ശക്തിയായ സങ്കീർത്തനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ബലം നൽകുന്ന, ധൈര്യം നൽകുന്ന ദൈവത്തിന്റെ വചനമാണ്. ആമേശ്വരം ഹാലേലൂയ. ഈ സങ്കീർത്തനത്തിനകത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന പദം, യഹോവ എന്ന് പറയുന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കും. ദൈവം എന്ന് പറയുന്ന പദം, ദൈവം എന്ന് പറയുന്ന നാമം, യഹോവ എന്ന് പറയുന്ന പദം, നാമം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ ആവശ്യമുണ്ടോ? ആമേശ്വരം ഹാലേലൂയ. അതിനകത്തേക്ക് നോക്കുമ്പോൾ 46 സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റാരേക്കാള് അവിടെ പ്രാധാന്യം അർഹിക്കുന്നത് ദൈവത്തിനാണ്. കോരക് ഇവിടെ എടുത്തു കാണിക്കുന്നത് കൊണ്ട് നമുക്ക് വേഗത്തിൽ ഒന്ന് കണ്ണോടിച്ചു പോകാം. ഒന്ന് മുതൽ താഴേക്ക് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം എന്ന പദം 7 തവണ ഈ സങ്കീർത്തനത്തിനകത്ത് എടുത്തു പറയപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. യഹോവ എന്ന നാമം പദം 3 തവണ സങ്കീർത്തനത്തിനകത്ത്, ഈ 46 സങ്കീർത്തനത്തിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം ഹാലേലൂയ. എന്തുകൊണ്ടാണ് ഒന്നിലധികം പ്രാവശ്യം ഈ പദം അല്ലെങ്കിൽ ഈ നാമം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയെ കുറിക്കുന്ന, ദൈവം തന്റെ ജനത്തിന് സംരക്ഷണത്തെ ഒരുക്കുന്ന ഈ ദൈവജനത്തിനകത്ത് മറ്റൊരു വ്യക്തിയെ ഉയർത്താതെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടുകൂടി നിങ്ങളുടെ അടുക്കലേക്ക് ഈ സന്ദേശത്തെ ഞാൻ നിരത്തെ കൈമാറുന്നു. നിങ്ങളുടെ സംരക്ഷണം ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങളെ കാവൽ ദൈവത്തിന്റെ കയ്യിലാണ്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്ന പോലെ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ഉറങ്ങുമ്പോഴും, നിങ്ങൾ ഭവനങ്ങളകത്തായിരിക്കുമ്പോഴും, നിങ്ങൾ വാഹനത്തിനകത്തായിരിക്കുമ്പോഴും, നിങ്ങളുടെ ജോലി മേഖലകളിൽ ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി ഞാൻ നിങ്ങളോട് പറയട്ടെ. വേഗത്തിൽ പറഞ്ഞു പോകാം, സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ആവേശം വേഗത്തിൽ പറഞ്ഞു പോകാം. ആവേശം അമേരിക്കയില് ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ അന്യഭാഷ പറയണം. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയണം. പ്രതികൂലത്തിലൂടെ ഇറങ്ങുമ്പോൾ, പ്രതികൂലം നിങ്ങളുടെ കാതിലേക്ക് വരുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയണം. അതിനകത്ത് ദൈവം നിങ്ങളെ കാക്കും, പിടിവിക്കും. നമുക്കറിയാമല്ലോ, അന്യഭാഷ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഹാലേലൂയ. അപ്പോ ഒരിക്കൽ ഒരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റ് നടന്നപ്പോ ദൈവമക്കളെ ശ്രദ്ധിച്ചിരിക്കണേ. ആക്സിഡന്റ് നടന്നപ്പോ ഇന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എടുത്തു, വീട്ടിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകന് ആക്സിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങൾ വേഗത്തിൽ ഇവിടെ വരണം. അവര് വന്നു. ഹാലേലൂയ. അപ്പോ ഇവർക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു, പാസ്റ്റർ സഭയെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പ്രതികൂലത്തെ നിങ്ങൾ ഭയപ്പെട്ടു പോകില്ല, അന്യഭാഷ ദൈവത്തോട് സംസാരിക്കണം. രാത്രി ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്, അന്യഭാഷയിൽ സംസാരിച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന വെറുതെയല്ല, നിങ്ങൾ വലിയവനായി
ദൈവത്തോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യമുള്ളത് അവൻ പ്രവർത്തിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവര് ആക്സിഡന്റ് ഉള്ള സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ചെന്നപ്പോൾ കാറ് വളരെ പരിപൂർണമായി തകർന്നിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു 18-കാരൻ ആമേൻ ചെറുപ്പക്കാരനെ ആമേൻ ഹല്ലേലൂയ, എന്റെ ഓർമ്മയനുസരിച്ച് 18-19 പ്രായമെന്നാണ് അവർ പറഞ്ഞത്. ആ പ്രായമുള്ള ചെറുപ്പക്കാരനെ ആ കാറിനകത്തുനിന്ന് ആമേൻ ഹല്ലേലൂയ പൊളിച്ചവര് പുറത്തെടുത്തപ്പോൾ അഗ്നിയുടെ ലോകത്തിന് പോലെ ഒരു പോറലേറ്റിട്ടില്ല. നിന്റെ ദൈവം വലിയവനാണ്. നീ ഏത് വലിയ ആപത്തിലൂടെ കടന്നുപോയാലും, നീ എത്ര വലിയ കടന്നുപോയാലും ആമേൻ പ്രാർത്ഥിക്കുന്ന അന്യഭാഷ പറയുന്ന ദൈവം നിന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് അഭിഷേകത്തെ പുറത്തേക്ക് കളയാതെ, അഭിഷേകത്തെ ആരാധനയ്ക്ക് മാത്രം ഉപയോഗിക്കാതെ, സൺഡേ സർവീസിന് മാത്രം ഉപയോഗിക്കാതെ, നിങ്ങൾ വീട്ടിനകത്ത് നടക്കുമ്പോഴും ഭവനങ്ങളകത്തിരിക്കുമ്പോഴും അന്യഭാഷയെ ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തോട് സംസാരിച്ച ഇല്ലാത്തത് ഉറവായി വരും. നിങ്ങളുടെ ആപത്തുകൾ മാറിപ്പോകും, അനർത്ഥങ്ങൾ മാറിപ്പോകും, അപകടങ്ങൾ അഴിഞ്ഞു മാറാം. ഇന്ന് രാത്രിയും ആ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. ഓ ദൈവാത്മാവ് പറയുന്നു, ചില ആത്മഹത്യകൾ ദേശങ്ങളെന്ന് ഒഴിഞ്ഞു മാറുന്നു. ആത്മഹത്യകൾ ദേശങ്ങളെന്ന് ഒഴിഞ്ഞു മാറുന്നു. ആമേശ്വത്രം എന്ന് രാത്രി വിശ്വസിക്കുക. ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. നോക്കിക്കോണേ, ആമേശ്വത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തിയാണ്. ആമേശ്വരം ദൈവമാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് കോരേഗിന്റെ അഭിപ്രായം. ദൈവമാണ് ഇതൊക്കെ പ്രവർത്തിച്ചത്. യഹോവയായ ദൈവമാണ് ഇത്ര ശക്തമായി ഇടപെട്ടത്. യഹോവ എന്ന പദം അവിടെ ഉപയോഗിക്കുമ്പോൾ ആമേശ്വരം ഹല്ലേലൂയ, കോരേഗ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം ചേർന്ന് ചിന്തിക്കാം. സൈന്യങ്ങളുടെ യഹോവ ആമേശ്വരം. അപ്പൊ യഹോവ ഇറങ്ങി വരുന്നത് ഒറ്റയ്ക്കല്ല, സൈന്യവുമായിട്ട് ഇറങ്ങി വരികയാണ്. ആമേശ്വരം ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ആമേശ്വരം ഹല്ലേലൂയ, എന്തെങ്കിലും ആവശ്യമുണ്ട് വെട്ടി കടന്നു പോകും. അല്ലെങ്കിൽ ആവേശം 2-3 പേരെ കൊണ്ടുപോകും. പക്ഷെ ഒരു 10-15 പേരെ, ഒരു 100 പേരെ, ഒരു ആവേശം 150 പേരെ, 300 പേരെ ഒരുമിച്ച് ഇറങ്ങി വരികയാണെങ്കിൽ വിചാരിച്ചോണം, എന്തോ ഇവിടെ സംതിങ് വിഷയമുണ്ട്. ആവേശത്തിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു സൈന്യവുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഓർത്തോണം, എന്തോ കാര്യമായതൊന്ന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തോ കാര്യമായതൊന്ന് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഇടപെടാൻ വേണ്ടി പോകുകയാണ്. വേഗത്തില് ഞാൻ ആ ഭാഗങ്ങളെ പറഞ്ഞ് മുന്നിലേക്ക് കടന്നു പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇതിനകത്ത് വെറും 3 പ്രത്യേകതകളാണ്. ഈ സങ്കീർത്തനത്തിനകത്ത് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പക്ഷെ അതിനകത്ത് 3 പ്രത്യേകതകളെ മാത്രം മുന്നിലേക്ക് വെച്ചുകൊണ്ട് ആമേശ്വരം ഹല്ലേലൂയ മറ്റ് ദൈവം തന്ന ആലോചനകളിലേക്ക് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രത്യേകത ആമേശ്വരം, ഈ സങ്കീർത്തനം ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തിയെ വിവരിക്കുന്ന സങ്കീർത്തനമാണ്. അപ്പോസ്തല പ്രവൃത്തി പുതിയ നിയമത്തിനകത്ത് രചിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വളരെ ശക്തമായി വിവരിക്കുന്ന സങ്കീർത്തന പുസ്തകമാണ് 46-ാമത്തെ സങ്കീർത്തന പുസ്തകം. അതിന് 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികൾ, അവൻ പർവ്വതങ്ങളെ മറച്ചിടുന്നു. ആമേശ്വരം വെള്ളം വരച്ച് കയറിയാലും നിനക്ക് നിലനിൽപ്പുണ്ട്. ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു. 125-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും ഉറച്ചിരിക്കുന്ന സീയോൻ പർവ്വതം പോലിരിക്കും. തിരുവചനം എങ്ങനെ പറയുന്നു? അവൻ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നിന്ന് ഉത്തരമരുളുന്നവനാണ്. അവൻ കാട്ടുപോത്ത് ശക്തമായ മൃഗമാണ്. എന്നാൽ ആവേശം ശക്തമായ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം നിന്നെ ബലപ്പെടുത്തുമെന്ന് അവൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആവേശം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ സങ്കീർത്തനം ദൈവത്തിന്റെ പ്രവൃത്തിയെ ശക്തമായി പറയുന്ന സങ്കീർത്തനമാണ്. രണ്ടാമത്തെ പ്രത്യേകത ആവേശോത്രം ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ എന്ന പദപ്രയോഗം. സ്തോത്രം ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ എന്ന പദപ്രയോഗം ദൈവം ശക്തനാണ് എന്ന പ്രസ്താവനയിലൂടെ ഈ സങ്കീർത്തനത്തിൽ ഉദ്ദേശിക്കുന്ന ദൂതിലേക്ക്, ദൈവശബ്ദത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവ എന്ന പദം ശരിക്കും ഈ സങ്കീർത്തനത്തിന്റെ ഉദ്ദേശ ശുദ്ധിക്കകത്തേക്ക് നമ്മുടെ ആത്മാവിൽ കയറ്റിക്കൊണ്ടു പോകുകയാണ്. രണ്ടാമത്തെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ പ്രത്യേകത യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. രാമൻ പറയാമോ? യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ 46-ാം സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാമല്ലോ, നമ്മുടെ ദേശങ്ങളിൽ പലപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്, വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയങ്ങളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? രാജ്യത്തിന്റെ സൈന്യത്തെ എന്ത് ചെയ്യും? പാലങ്ങൾ പണിയാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വഴി ഒരുക്കാൻ വേണ്ടിയിട്ട്
സൈന്യത്തെ അവരിറക്കും. സൈന്യത്തെ ഇറക്കി ഗവൺമെന്റിന് ജനത്തെ സഹായിച്ച് പെട്ടെന്ന് തന്നെ അവരെ അധിവസിപ്പിക്കുവാൻ, പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ മുൻപിലേക്ക് കൊണ്ടുപോകാൻ, അക്കരയ്ക്ക് കടക്കുവാൻ ഒക്കെ ഉള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യും. അവിടെ അങ്ങനെയെങ്കിൽ 46 സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിന്റെ വചനം പറയുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ടത് ആമേൻ പറയാൻ പറ്റുമോ? അടിയന്തരമായി ഇടപെടേണ്ട വിഷയത്തിനകത്ത് നിന്റെ ദൈവം നിനക്ക് വേണ്ടി സൈന്യങ്ങളുടെ ദൈവവുമായി, ദൈവത്തിന്റെ ദൂതന്മാരുമായി ഇന്ന് രാത്രിക്കാലം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ വിശ്വസിച്ച സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് ഇടപെടും. ആ വിശ്വസം ഹല്ലേലൂയ. വചനം സൈന്യങ്ങളുടെ യഹോവ അവർ സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ തകർച്ചയും നിന്റെ വേദനയും ആ വിശ്വസം ഹല്ലേലൂയ. ദൈവമേ, എന്നെ കരുതാൻ ആരുമില്ലല്ലോ, എന്റെ സാഹചര്യങ്ങൾ മോശമാണല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ ശക്തമായി ഇടപെടുന്ന ഒരു ദൈവം. ആ യുദ്ധകാല അടിസ്ഥാനത്തിൽ നിന്റെ കാര്യങ്ങൾ വേഗത്തിൽ നിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ 46 സങ്കീർത്തനം പറയുന്നു. വേഗത്തിൽ നിന്നെ സംരക്ഷിക്കുവാൻ, വേഗത്തിൽ നിന്നെ കരുതുവാൻ, വേഗത്തിൽ നിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്യുവാൻ അവരൊറ്റയ്ക്കല്ല സൈന്യവുമായിട്ട് ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ വചനങ്ങൾ മനസ്സിലാകുന്നവർ ഓർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം സ്വർഗം അതിശക്തമായി നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടുമാറാകട്ടെ. ഇന്ന് രാത്രി 46 സങ്കീർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഖം ദൈവത്തിന്റെ വലിയ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയ ദൈവവൈദ്യരെ, ദൈവം നിന്റെ കാര്യത്തിനകത്ത് ഒരു പെട്ടിയും വരുത്തുകയില്ല. ദൈവാത്മാവ് പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാം അധ്യായം പ്രേക്ഷകരോട് ഹല്ലേലൂയ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. 22-ന്റെ 16-ാമത്തെ വാക്യം. 22-ന്റെ 14. 14. അതെ 16. ഓക്കേ. 16. 16 ആണോ 14 ആണോ പാസ്റ്റർ? 16. നീ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ. ഞാൻ പറഞ്ഞോളാം. ഹല്ലേലൂയ. അപ്പോ നീ ഈ കാര്യം ചെയ്തത് കൊണ്ട് ദൈവം പറയുകയാണ്, നീ കാര്യം ചെയ്തത് കൊണ്ട് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പറയാമോ? ഈ കാര്യം ചെയ്തത് കൊണ്ട് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇന്ന് രാത്രികാലം നമ്മൾ ചിലപ്പോൾ കൈപ്പിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും, കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എങ്കിലും ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ, ദൈവശബ്ദത്തിന് മുമ്പിലേക്ക് നടന്നു കയറുവാൻ, ദൈവ പദ്ധതിക്കകത്ത് കൈപ്പാണെങ്കിലും കൈപ്പ് ചീരയാണെങ്കിലും അതിന് മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമി ജനം കടന്നു പോയപ്പോൾ അവർക്ക് കൈപ്പുള്ള വെള്ളം കിട്ടി, പക്ഷേ ദൈവം അതിനെ മധുരിപ്പിച്ചു കൊടുത്തതുപോലെ നിന്റെ കൈപ്പിനെ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട്. സാഹചര്യത്തിനകത്ത് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അബ്രഹാമിനെ ഒന്ന് പരീക്ഷിക്കുക. ദൈവം ചോദിക്കുകയാണ്, നിന്റെ മകനെ യാഗം കഴിക്കണമെന്ന് പറയുകയാണ്. അബ്രഹാം തന്റെ മകനുമായിട്ട് ഇസ്ഹാക്കുമായിട്ട് യാഗം കഴിപ്പാൻ മോറിയാഗ് മലയിലേക്ക് കയറി പോകുന്ന സവിസ്തരമായ വാക്യങ്ങൾ അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം തന്റെ മകനുമായിട്ട് കയറി പോകുമ്പോൾ 3 ദിവസം അവൻ വഴി ദൂരം സഞ്ചരിച്ചപ്പോൾ യാഗം കഴിക്കേണ്ട മല കണ്ടു. അവൻ പറഞ്ഞു, കൂടെ വന്നവർ ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പോയി ചെന്ന് യാഗം കഴിച്ചു തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അവർ മുമ്പിലേക്ക് കടന്നുപോയി. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സമയത്തിന്റെ പരിധി പോലും ഞാൻ വേഗത്തിൽ മുമ്പിലേക്ക് പറയാം. അവിടെ ചെന്നു. വിറകുകളൊക്കെ പറക്കി വെച്ചു. യാഗപീഠത്തിലേക്ക് തന്റെ മകനെ പൊളിച്ചു കടച്ചു. പ്രിയ ദൈവമെതിരെ എത്ര വേദനാജനകമായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങിച്ചിരിക്കുമ്പോൾ പലപ്പോഴും വേദനകൾ ഉണ്ടാകും. ആർക്കുമില്ലാത്ത പരിഹാസം നമ്മുടെ ജീവിതത്തിനകത്ത് വരും. ആർക്കുമില്ലാത്ത നിന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് വരും. ഇതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇതാ നമുക്കൊക്കെ വന്നതിനേക്കാളും ശക്തമായൊരു
വീക്ഷണം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. തന്റെ ഏകജാതനായ മകനെ താൻ യാഗം കഴിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. ആമേശ്വരം എങ്കിലും അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഒരു ഉറപ്പുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രശ്നത്തിനകത്ത് എന്നെ വിടുവിക്കുക, ഈ പ്രതികൂലത്തിനകത്ത് തന്നെ പുറത്തു കൊണ്ടുവരുക. ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് എനിക്ക് പോക്ക് വഴികളും എനിക്ക് പുറത്തു വരാനുള്ള വഴികളും ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതാനുഭവത്തിനകത്ത് ഞാൻ നിങ്ങളോട് പറയാം, ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ വന്നാലും അതിൽ ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനകത്തുനിന്ന് പുറത്തു വരാൻ ഒരു വഴി സ്വർഗത്തിൽ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കും. അങ്ങനെയെങ്കിലും രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏത് വലിയ പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾക്ക് പുറത്തു വരാൻ ഒരു വഴി ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല, പക്ഷെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ദൈവം അനുസരിച്ചു. സ്തോത്രം. വിശ്വാസ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവം പറയുന്ന വാക്കുകളെ നമ്മൾ അനുസരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കുക, ദൈവ ശബ്ദത്തെ അനുസരിക്കാൻ തയ്യാറാകുക. ഇത് രാത്രികാലം ഇതിനകത്തുള്ള ഈ മീറ്റിങ്ങിനകത്തുള്ള എല്ലാവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവ ശബ്ദത്തെ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 14-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുന്നു, അബ്രഹാമേ ഭാരന്റെ മേൽ കൈവെക്കരുത് എന്നൊരു ശബ്ദം ആകാശ മേഘങ്ങളിൽ നിന്ന് മുഴങ്ങി വരുന്നത് അബ്രഹാമിന്റെ കാതുകളിലേക്ക് എത്തുമ്പോൾ അബ്രഹാമിന്റെ സന്തോഷം വന്ന് വേറെ തന്നെയാണ്. ആരാധിക്കാൻ പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ പ്രതിസന്ധികളാണെങ്കിലും ഈ ബൈബിൾ ഒന്ന് തുറന്ന് വായിക്കും. അതിനകത്ത് നിനക്ക് വേണ്ടിയ ദൈവശബ്ദം അതിനകത്തുണ്ട്, അതിനകത്ത് നിനക്ക് വേണ്ടിയ ദൈവ പ്രവൃത്തി അതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, അബ്രഹാമിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എനിക്ക് മക്കളില്ലാതെ ഇരുന്ന് കിട്ടിയ മകനാണ്, ദൈവത്തിന് ഇങ്ങനെയൊക്കെ പറയാം. ആകെ ഒരു മകനെ ഉള്ളൂ, യാഗം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഇങ്ങനെയാണ് നമ്മളിൽ പലരുടെ ചിന്ത. ദൈവം എന്തെങ്കിലുമൊക്കെ തന്ന അത് മതി, ദൈവത്തിന്റെ വഴി വിട്ട് റൂട്ട് വിട്ട് തിരിഞ്ഞു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് പകരക്കാലം ഞാൻ പറയാം, കഷ്ടതയുടെ നടുവിൽ മുമ്പിലേക്ക് പോയാലും ദൈവം നിന്നെ മാനിക്കും. നമ്മളുടെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ, ബൈബിളിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നു, ദൈവത്തിന്റെ കരം ഇടപെട്ടു, ആപത്തുകൾ മാറിപ്പോയതുപോലെ ഇന്നു മുതൽ ദൈവത്തിന്റെ വചനത്തിൽ ആർക്കും മുറുകെ പിടിക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിനകത്ത് ആപത്തുകൾ മാറിപ്പോകും, അനർത്ഥങ്ങൾ മാറിപ്പോകും. അനുസരിച്ച അനുഗ്രഹമുണ്ട്. ദൈവമായി യഹോവ നിന്നോട് കൽപ്പിക്കുന്ന സകലവും സ്വന്തം വെച്ച് കേട്ടനുസരിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. വചനം പറയുന്നു, വാലല്ല അവൻ നിന്നെ തലയാക്കി മാറ്റും. ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുകയാണ്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. പക്ഷേ അതേ ബൈബിളിനകത്ത് തന്നെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിനകത്ത് കയറിയ അനുഗ്രഹം നീ വീട്ടിന്റെ പുറത്തിറങ്ങിയ അനുഗ്രഹം. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ടാൽ ഈ പാപം നിന്നെ കൊത്തുകയുമില്ല, നിന്റെ കയറി പിടിക്കുകയുമില്ല. ആമേൻ. നീ വീട്ടിനകത്തും അനുഗ്രഹിക്കപ്പെട്ടവനാകും, വീട്ടിന്റെ പുറത്തും അനുഗ്രഹിക്കപ്പെട്ടവനാകും. 128 സങ്കീർത്തനം വായിക്കുന്ന പോലെ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവം നിന്നെ മാനിക്കും. പക്ഷെ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകും, അനേകം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റും. ആ കാര്യം ഞാൻ നിർത്തി പറയുകയാണ്, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റരുത്. അന്യഭാഷ സംസാരിക്കുന്നത് നിർത്തരുത്, ദൈവശബ്ദം കേൾക്കുന്നത് നിർത്തരുത്, ആത്മാവിലുള്ള ആരാധന നിർത്തരുത്. മണിക്കൂറുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ അന്യഭാഷ പറയണം, മണിക്കൂറുകൾ ദൈവശക്തി നിന്ന് ദൈവത്തെ ആരാധിക്കണം. വീട്ടിനകത്ത് സഭയ്ക്കകത്ത് അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ വീട്ടിനകത്ത് റൂമിനകത്ത് കയറി മണിക്കൂറുകൾ ദൈവശക്തി നിൽക്കണം. പ്രിയ ദൈവവചനേ, ഈ ദിവസങ്ങളിൽ ഞാനും നടക്കുമ്പോഴും പോകുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ കരത്തിനകത്ത് മുട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അത്ഭുത സാക്ഷി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം. 9:15 സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്റെ മകന് അവന്റെ സ്വകാര്യ ഭാഗത്ത് അവന് പഴുപ്പും നീരൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ പുരട്ടാനുള്ള ഓയിൽമെന്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു സർജനെ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു.
സർജനെ കാണിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഓപ്പറേഷൻ അതിന് ആവശ്യമാണ്. എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് അവൻ തിരിച്ചു വേറൊരു ഞങ്ങളുടെ ബന്ധുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് മാലിന്യം ഞങ്ങൾ യാത്ര ആരംഭിച്ചു. മാലിന്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ദൈവസന്ധി അന്യഭാഷ പറയാൻ തുടങ്ങി. ദൈവസന്ധി ഭാഷ പറഞ്ഞ് അവിടെ എത്തുന്നത് വരെ ഏകദേശം ഒരു മാലിന്യം 10-35 കിലോമീറ്റർ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇത്രയും നേരം ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആരും പരസ്പരം സംസാരിക്കാതെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോയി. അന്ന് അവിടെ നിന്ന് വൈകിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇവിടെ വന്ന് മകന് മരുന്നിട്ട് കൊടുക്കാൻ വേണ്ടി അവനെ അവന്റെ ശരീരം കഴുകാൻ വേണ്ടി അവൻ നോക്കിയപ്പോൾ ആ ഭാഗത്ത് നീരില്ല, ഒരു പഴുപ്പൽപ്പം പോലുമില്ല. നിന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ വില കൊടുത്താൽ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ അന്യഭാഷ പറഞ്ഞാൽ ആരെയൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ കത്തി തൊടാതെ ശസ്ത്രക്രിയ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു. ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുന്ന വിശ്വസ്തനാണ്. ഞാൻ പറയുകയാണ്, ഇന്ന് രാത്രിക്കാലം ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലുള്ള മൂല്യമുള്ളവരുണ്ടെങ്കിൽ വേദനയുള്ളവരുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. ഇന്ന് രാത്രികാല സ്വർഗം നിങ്ങളെ സൗഖ്യമാക്കുന്ന ദിവസമാണ്. പ്രാർത്ഥിച്ചാട്ടെ, പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് മുഴ ഇവിടെ വേണ്ട, ഇതെന്റെ ശരീരത്തിനകത്ത് വേണ്ട, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എന്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല. യേശുവിന്റെ നാമത്തിൽ ആ മുഴകൾ മാറിപ്പോകട്ടെ, ആ ശരീരത്തിലെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി തന്നെ ശക്തമായി വിടുതലുണ്ടാകട്ടെ. നൽകമുതൽ ഇന്ന് രാത്രി മീറ്റിംഗിനകത്ത് പങ്കെടുക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ ശരീരങ്ങളെ അത്ഭുതകരമായ വിടുതലുകൾ വ്യാപരിക്കും. ഇന്നും ഞങ്ങൾ അത്ഭുതം കണ്ടവരാണ്. ഇന്നും കർത്താവ് സൗഖ്യമാക്കിയ സാക്ഷി ഞങ്ങൾ അനുഭവിച്ചവരാണ്. നിങ്ങളുടെ ശരീരങ്ങളകത്ത് വേദനകളുണ്ടെങ്കിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച ഭാഗത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാട്ടെ, ദൈവം നിങ്ങളെ അത്ഭുതമായി വിടുവിച്ചിരിക്കുകയാണ്. പറഞ്ഞു നോക്കിയാട്ടെ, കർത്താവ് ഒരു ദിവസം ദൈവം അവനോട് പറഞ്ഞു, അവൻ സഭയ്ക്ക് അത് വർഷിപ്പ് നിർത്തണം, മുമ്പോട്ട് പോകട്ടെ. അവൻ ഞാനിങ്ങനെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു നിൽക്കുമ്പോ ഒരാള് കൈ പൊക്കി ഉറക്കെ വിളി. ആവേശം ഞാൻ നോക്കിയപ്പോ ആവേശം ഒരു പരിധി വരെ അവൻ ഇതുവരെ പൊക്കും, ഇതിനപ്പുറം പൊക്കത്തില്ല. അവൻ നേരെ സ്ട്രൈറ്റ് ഇത്ര നിൽക്കത്തില്ല, ഇത്ര നിൽക്കത്തുള്ളൂ. അവൻ ടാപ്പിംഗ് ആണ് ജോലി. പക്ഷെ ദൈവ നിയോഗത്തിനകത്ത് കയറിയപ്പോ കർത്താവ് പറഞ്ഞ് നിർത്തരുത്, ഇന്നൊരു വിടുതലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആവേശം ഇത്രയും പോകുന്ന കൈ മുഴുവനും പൊങ്ങി. നിന്റെ ദൈവം വിട്ടുവെക്കുന്ന ദൈവമാണ്. നിന്റെ ദൈവം അവൻ കരുതുന്ന ദൈവമാണ്. കർത്താവ് പറഞ്ഞു, അവൻ നിങ്ങൾ പോകുമ്പോഴൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവൻ, രോഗികളെ സൗഖ്യമാക്കുവൻ, മുന്നർക്ക് കാഴ്ച കൊടുക്കുവൻ, ഉന്നതരെ നടത്തുവൻ, ചെകണ്ടരെ കേൾപ്പിക്കുവൻ, ബന്ധനത്തിനകത്തായിരിക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ടുവരുവൻ, ഭൂതങ്ങളെ പുറത്താക്കുവൻ, മരിച്ചവരെ ഉയർപ്പിക്കുവൻ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സുവിശേഷം കർത്താവിന്റെ വചനത്തിനകത്ത് ഇതൊക്കെ നടക്കുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദൈവം വലിയ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ മുമ്പിലേക്ക് കടന്നു പോകട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അബ്രഹാം എന്ത് ചെയ്തു? അവൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാൻ തുടങ്ങി. ഒന്നും ചെയ്യണ്ട, വെപ്രാളം പിടിച്ച് കടന്നോടണ്ട. ആവശ്യത്തെ എല്ലാ കൺവെൻഷനും പോകാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്ത് പോകണം, പറ്റുന്ന മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കണം. ആവശ്യം ഒരു കാര്യം ചെയ്യാൻ പറ്റുമല്ലോ, വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാൻ പറ്റുമല്ലോ, വീട്ടിൽ നിൽക്കുമ്പോൾ ഉപവസിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാൻ പറ്റുമല്ലോ, വീട്ടിൽ നിൽക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞില്ല. ദൈവശക്തികളൊന്ന് കയറിക്കോണം. അതിനകത്തൊരു ഭയങ്കര വിടുതലുണ്ട്. അതിനകത്തൊരു അസാധാരണമായ ദൈവ പ്രവണ ജീവിതത്തിനകത്ത് ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം കൈപ്പായിരിക്കാം. ആമേ, ഹല്ലേലൂയ. ഹന്ന പറയുന്നു, ആമേ, മച്ചിയായവർ 7 പ്രസവിക്കുന്നു. ആവേശം ഒരു മകന് വേണ്ടി, ഒരു മകൾക്ക് വേണ്ടി, ഒരു തലമുറയെങ്കിലും ഇവന്റെ ഉദരത്തിനകത്ത് ജനിക്കണമെന്ന് മച്ചിയായവർ ആമേ കുത്തുവാക്കുകളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധി നിലവിളിച്ച അവൻ ദൈവം മാത്രം കേൾക്കുന്ന രീതിയിൽ നിലവിളിച്ച് കരഞ്ഞ ആ ദൈവവൈദ്യന്റെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ആവേശം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഏത് വിഷയത്തിനകത്തും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഏത് വിഷയത്തിനകത്തും തളർന്നു പോകാതെ പ്രാർത്ഥിക്കുക. ആമേശ്വരം നിങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് കണ്ടാലും നിങ്ങൾ ആത്മാവിൽ കയറി പറയുക, ഈ യേശുവിന്റെ നാമത്തിൽ നടക്കും. ഇത് ദൈവഹിതമാണെങ്കിൽ നടന്നിരിക്കും. കർത്താവ് പറയുന്നു, ഈ പാറയോട് മലയോട് മാറിപ്പോകാൻ പറഞ്ഞാലും അത് മാറിപ്പോയിരിക്കും. എന്നെ കേൾക്കുന്നവരെ ഞാൻ അങ്ങനെ ബലപ്പെടുത്തുകയാണ്. ആമേൻ. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടു. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടത് കൊണ്ട്
നഷ്ടമായി പോയില്ല, ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ആമേശ്വരം അനുഗ്രഹം തലമുറ തിരിച്ചു കിട്ടുക മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ തലമുറ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ തലമുറ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അതിന് താഴോട്ട് 16, 17 വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിന്റെ മകനെ അനുഗ്രഹിക്കുന്ന വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതികൂലം കൊണ്ട് പ്രതികൂലം കണ്ട്, കഷ്ടത കണ്ട് തളർന്നു പോകല്ലേ. പരിശുദ്ധോട് ഹാലേലുയ. വേദന കണ്ട് തളർന്നു പോകല്ലേ. എന്റെ സാക്ഷി കൂടെ ഞാൻ പറയാം. സ്തോത്രം ഹാലേലുയ. ഞാനിപ്പോ കുറെ നാളായി വണ്ടി ഓടാൻ പോയിട്ട് സ്തോത്രം ഹാലേലുയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞാൻ വാഹനം ഓടിച്ചു കൊണ്ടുപോയി ഞാൻ സമ്പാദ്യം കൊണ്ടുവന്ന് എന്നെ കടം തെക്കുന്നതിനേക്കാളും എന്റെ വീട്ടിനകത്ത് കാര്യങ്ങൾ കരുതുന്നതിനേക്കാളും ദൈവം അത്ഭുതകരമായി ഇന്നും ദൈവം നടത്തി. ഞാൻ ഇന്നും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ആ ദൈവവൈദ്യനോട് പറഞ്ഞു, കരീത്തിന്റെ കരയിൽ കരുതുന്ന ഒരു ദൈവമുണ്ട്, കാക്കൈ അയച്ച് അപ്പവും ഉറച്ചി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം ഹാലേലുയ. ഇന്ന് ഞാൻ ആഹാരം ഇറച്ചി കഴിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവനെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ് ഹാലേലുയ. കഴിഞ്ഞ ദിവസവും ദൈവം ശ്രേഷ്ഠകരമായ ഭക്ഷണം തന്നെങ്കിൽ പ്രാർത്ഥിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ആത്മാവിൽ കയറി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവശക്തിക്കകത്ത് കയറുന്ന പ്രാർത്ഥിക്കുക. വേഗത്തിൽ ഞാൻ മുമ്പിലോട്ട് ഞാൻ പറഞ്ഞു പോകാം. പുസ്തകം 25-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു. ഇസ്ഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? തന്റെ ഭാര്യയ്ക്ക് മക്കളില്ലായിരുന്നു. അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് ഒരു തലമുറ ഇല്ലായിരുന്നു എന്നതായിരുന്നു അവരുടെ ഭാരം. എന്നാൽ ആ ഭാരത്തിന് നടുവിൽ സ്വർഗത്തിൽ ദൈവം പ്രവർത്തിച്ചുവെന്ന് താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധി ആയാലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഹൃദയമുണ്ടെങ്കിൽ, തളർന്നു പോകാതെ പ്രാർത്ഥിക്കാൻ ഹൃദയമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. പ്രവർത്തിക്കാൻ ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് ഇടപെടും. ഞാനൊരു സാക്ഷി നിങ്ങളോട് പറയാം. ആവേശപ്പാലി ഒരു ദിവസം എന്റെ മകന് ആവേശപ്പാലി മൂത്ത മകന്റെ പേര് ഇവാൻ എന്നാണ്, എന്റെ മകളുടെ പേര് ആൻ എന്നാണ്, എന്റെ ഭാര്യയുടെ പേര് ആതിര എന്നാണ്. ആവേശപ്പം എന്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്. ഞങ്ങൾ അങ്ങനെ 7 പേരടങ്ങുന്ന കുടുംബമാണ്. 8 പേരായിരുന്നു. ഭാര്യയുടെ അമ്മ ആവേശം മരിച്ചു. 2 മാസമായി. ഇപ്പൊ ഞങ്ങൾ 7 പേരാണ്. കൃപയാൽ ദൈവശക്തി മുമ്പിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെ എന്റെ മകൻ സ്കൂളിൽ പോയിട്ട് വന്നു പറഞ്ഞു, അമ്മ എന്റെ കാലിൽ പൊട്ടി മുറിഞ്ഞിരിക്കുകയാണ്, വലത്തെ കാലിൽ തള്ളവരവിടെ കണ്ടിട്ട് ഇവിടെയൊക്കെ മുറിഞ്ഞു, ഞാൻ ചോര വന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണം. ആവേശത്തിൽ ഞാൻ എങ്ങോട്ട് പോകുന്നില്ല, എന്ത് ചെയ്യും അപ്പച്ച? ഞാൻ പറഞ്ഞു, വാങ്ങിക്കാം മക്കളെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് വന്ന് ആവേശത്തിൽ അവൻ എന്നെ കാണിച്ചു. ആവേശത്തിൽ അവനുള്ള കാലില് ആവേശത്തിൽ ചോരയൊക്കെ വന്നിരിക്കുന്ന കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു പോയി. എന്നാൽ അന്ന് വൈകിട്ട് ഞങ്ങൾ വിസിറ്റിങ്ങിന് വേണ്ടി കടന്നു പോവുകയാണ്. വിസിറ്റിങ്ങിന് വേണ്ടി കടന്നു പോയപ്പോൾ ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു വീട്ടിനകത്ത് ദൈവത്തിന്റെ അത്ഭുത കരം ഇടപെടാൻ തുടങ്ങി. ഒരു വീട്ടിനകത്ത് ചെന്നു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ ഈ ആഴ്ച ഒന്നും എനിക്ക് ജോലിയില്ലായിരുന്നു, പക്ഷേ ദൈവം പാസ്റ്റർക്ക് വേണ്ടി കരുതാൻ വേണ്ടി ഇന്ന് എനിക്ക് സാമ്പത്തിക നന്മ ഒരുക്കി വെച്ചിരുന്നു. എന്നെ അത് ഭയങ്കരമായിട്ടങ്ങ് ബലപ്പെടുത്തി. അടുത്ത വീട്ടിൽ പോയി അവിടെ ചെന്ന് അമ്മച്ചി കിടക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ അവിടെ കൈക്ക് പിടിച്ച് നടത്തി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. എന്റെ വൈഫ് അവരുടെ പുറത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വളഞ്ഞ് അസ്ഥ നിവരുന്നത് കൈക്കകത്ത് അനുഭവപ്പെട്ടു. ദൈവം അന്ന് രാത്രി ഞങ്ങളെ മാനിച്ചു. തിരിച്ചു വന്നപ്പോൾ എന്റെ മകന് മാത്രമല്ല എന്റെ മകൾക്കും കൂടെ 2 ജോഡി ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പ് വാങ്ങിക്കേണ്ട സ്ഥാനത്ത്, ഒരു വകയിലില്ലാത്ത സ്ഥാനത്ത് 2 ജോഡി ചെരുപ്പ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്നു. അന്ന് രാത്രി ഞാൻ പറഞ്ഞു, ദൈവമേ കടയടച്ച് കാണുമോ, എന്റെ കൊച്ചിന് ചെരുപ്പ് വാങ്ങണമല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാ കടയും അടച്ച്, ചെരുപ്പുകളെ അടച്ചില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടകാലത്ത് നമ്മുടെ കൂട്ടിരിക്കുന്ന ദൈവം, ലാഭത്തിൽ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. എത്ര താമസിച്ചാലും നീ വെയിറ്റ് ചെയ്യേ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. വചനം പറയുന്നു, ഫൈനലി ഹി സ്ട്രോങ് ഇൻ ദി ലോർഡ് ആൻഡ് ഹിസ് മൈറ്റി പവർ. ഒരു കർത്താവിലും അവന്റെ ആയുധബലത്തിൽ ശക്തിപ്പെടുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവം ഞങ്ങളെ ഈ ദിവസങ്ങൾ അത്ഭുതകരമായി നടത്തുകയാണ്. അപ്പോൾ ഇസ്ഹാക്കിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു. ജീവിതത്തിനകത്ത് തലമുറയില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിച്ചു. ആ ഉദരത്തെ ദൈവം തുറന്നു. 1, 2 തലമുറ ദൈവം കൊടുത്തു. ശക്തമായിട്ട് ആ സഹോദരി ദൈവത്തിന്റെ കരുതപ്പോൾ ദൈവം പറഞ്ഞു, ഭാരപ്പെടേണ്ട, 2 വംശങ്ങളാണ് ഉദരത്തിനകത്ത് കിടക്കുന്നത്. ഇത് രാത്രികാലം വിശ്വസിക്കാമോ? നീ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അനുസരിക്കുക.
അനുസരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും. അനുസരിക്കുന്നവരെ ദൈവം മാനിക്കും. അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ അടയ്ക്കാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അനുസരിച്ചാൽ ക്യാൻസർ മാറും. ആമേ നിങ്ങളുടെ വായി കൊണ്ട് പറഞ്ഞ ക്യാൻസർ മാറും. അനുസരിച്ചാൽ ആമേ സ്തോത്രം രോഗബന്ധനങ്ങൾ അഴിയും. ആമേ സ്തോത്രം. ഈ മാസം 26-ാം തീയതി ഞങ്ങൾ പൊന്മുടിയിലേക്ക് ഒരു സുവിശേഷ യാത്ര പോവുകയാണ് പരസ്യയോഗത്തിന് വേണ്ടി. ആമേ സ്തോത്രം. എന്റെ സഹോദരൻ, പ്രിയ സഹോദരൻ, ഞങ്ങൾ ബൈബിൾ കോളേജ് ഒരുമിച്ച് പഠിച്ച ആമേ അജീഷ്, ആമേ മണ്ണത്തല തിരുവനന്തപുരത്താണ് താമസം. തന്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ച് കടന്നു വരികയാണ്. ഞങ്ങളുടെ അത്ഭുത സാക്ഷ്യം പറയുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. 1ാമത്തെ ഹീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ തന്നെ പറഞ്ഞു അജീഷ് ക്യാൻസർ നെഗറ്റീവായി. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഇട്ടിരിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രി കാലം വരെ ആമേ പറയാ. ആ സാക്ഷ്യവുമായിട്ട് ഞങ്ങൾ കടന്നു പോവുകയാണ്. അനുസരിച്ചാൽ അനുഗ്രഹമാണ്. എല്ലാ കണ്ണുകളെയും ശ്രദ്ധിക്കണേ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ ക്യാൻസർ മാറാം, നിന്റെ ട്യൂമർ മാറിപ്പോകുക, നിന്റെ ഹാർട്ട് അറ്റാക്ക് മാറിപ്പോകുക. ഓ ഹല്ലേലൂയ. എന്റെ രാത്രികൾ ഉടലിപ്പോകുന്ന വേഗത്തിൽ പറയട്ടെ. ആമേ സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ വരുന്ന ആമേ ഇടയ്ക്ക് വന്നുകൊടുക്കുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് തന്റെ കിഡ്നി ഫെയിൽ ആയിപ്പോയി. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണം. അവൻ 3 ആൺകുഞ്ഞുങ്ങളാണ്. അവന്റെ കഥകളെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ വീട്ടിൽ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ആത്മാവിനോട് പറഞ്ഞു ആന്റി ഇത് നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രി അവിടെ പറയുക എന്ന് പറഞ്ഞു. ആമേ ഞങ്ങളോട് ശക്തമായി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡയാലിസിസിലേക്ക് കേട്ട ദിവസം ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ രോഗി എവിടെ കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാം. അവനെ അങ്ങനെ മാറ്റേണ്ടതല്ല, പക്ഷെ സ്വർഗം മാറ്റിയ മാറാത്ത ഏത് രോഗവും മാറും. ആമേ സ്തോത്രം. ഡയാലിസിസ് ഇനി ചെയ്യേണ്ടെന്ന് ഒരു അത്ഭുത വിടുതൽ ആ ശരീരത്തിനകത്ത് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവം ജീവിക്കുമെന്ന്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. അവന് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അവൻ യുദ്ധകാലടിസ്ഥാനത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി രാജാക്കന്മാരെ തകർന്നു കളയും, ഇരുപോടാമ്പലുകളെ ഉടച്ചു കളയും, താമ്ര കഥകളെ ഉടച്ചു കളയും. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയെ ഓരോ നശിച്ചു പോകും. ഇന്ന് രാത്രി ദൈവസന്നിധി കണ്ടുനിരമിക്കുന്ന വിഷയത്തിനകത്ത്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എന്തുവാകട്ടെ അതിനകത്ത് പ്രവർത്തിക്കാൻ ദൈവം അത്ഭുതവാനാണ്. ഇന്ന് രാത്രി ഞാൻ ഈ അത്ഭുത സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാനിപ്പോ വേറൊന്നും പോകുന്നില്ല. പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും അവൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വേലയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്നു. വിശുദ്ധിക്കുക, പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി മാത്രം ദൈവവചനത്തിനകത്ത് നിൽക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. എന്റെ കൃത്യസമയത്തിനകത്ത് നിർത്തും. ഒരു നിമിഷം നമുക്ക് കടകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി കാലം കർത്താവ് അസാധാരണമായൊരു ദൈവശക്തി ഇടപെടുന്നുണ്ട്. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരുമിച്ച് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രയർ ഗ്രൂപ്പിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇപ്പോൾ മീറ്റിങ്ങിന് കയറുമ്പോൾ ആമേ കർത്താവിൽ 100 കണക്കിന് ജനം ഈ ഗ്രൂപ്പിനകത്ത് കയറി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രി ഞാൻ ഇവരെ വർദ്ധിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവർ അനുഗ്രഹമായിരിക്കും. നീ ആ വാക്ക് കേട്ട് അത് ചെയ്യാൻ മടിക്കാതെ, അത് ബുദ്ധിമുട്ടാണെങ്കിലും നീ അത് ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ തലമുറ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വചനം പോലെ ഇന്ന് രാത്രി ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിനെ ആത്മാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾക്ക്, ദേശങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ഗ്രാമങ്ങൾക്ക്, വ്യക്തികൾക്ക് ആമേ സുവിശേഷത്തെ കൊടുക്കുവാൻ, വിടുതലിനെ പകരുവാൻ ഈ ജീവനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ രക്ഷയില്ലാതെ അന്യഭാഷ പറയുവാൻ, ആത്മാവിൽ നിറഞ്ഞ് പാടുവാൻ, സുവിശേഷത്തെ പങ്കുവയ്ക്കുക, അനേക രോഗികളെ കൈപിടിച്ച് സൗഖ്യമാക്കുവാൻ പട്ടണങ്ങളിലേക്ക് ഈ ടീമിനെ അനുഗ്രഹിച്ചാലും ഈ ടീമിനെ ബലപ്പെടുത്തിയാലും എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ഒരു ആന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ, കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. അവർ ചെയ്തു വരുന്ന എല്ലാ ബിസിനസിന്റെ മേഖലയെ സ്വർഗത്തിന്റെ ആത്മാവിൽ അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേ സ്തോത്രം ചെയ്ത് കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പങ്കെടുക്കുന്ന ദൈവമക്കളായി ഞാൻ സ്തോത്രം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് ആമേ കർത്താവെ ഗ്രൂപ്പുമായി ബന്ധപ്പെടുത്തിയ അങ്ങനെ ഞാൻ ദൈവകരങ്ങളിലേക്ക് പ്രിയ സഹോദരനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആ കുടുംബത്തിനകത്ത് ഒരു അസാധാരണമായ ദൈവശക്തി കടമല്ലേ. ഇവന്റെ വിഷയത്തിനകത്ത് കുടുംബം ഭാരപ്പെട്ടിരിക്കുന്നു. ആ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കേട്ട വചനം പോലെ അടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരെ വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവനാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ ഞാൻ പകർന്ന് പ്രാർത്ഥിക്കുന്നു. പറയുന്നു കോരി നടക്കും
അത് ഓരി നിറച്ചപ്പോൾ അത്ഭുതമായി, നിറഞ്ഞപ്പോൾ അത്ഭുതമായി. അതുകൊണ്ട് കർത്താവ് ഈ ദിവസങ്ങൾ നിറയുവാൻ ആ കുടുംബത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നിറയുവാൻ, ദൈവസ്നേഹത്തിൽ നിറയുവാൻ, ആത്മാവിൽ നിറയുവാൻ, ആത്മീയ ഭാഷയിൽ നിറയുവാൻ, കൃപാവരെ കടകുന്ന നിറയുവാൻ. ആമീൻ. ആ കുടുംബം മാത്രം ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളും ആത്മാവിൽ നിറയുവാൻ, നിറയുന്നതിനെയാണ് കർത്താവ് ആ അത്ഭുതമാക്കി മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രാത്രി മുതൽ അവർ അനുഗ്രഹമാകട്ടെ. അതുകൊണ്ട് അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കർത്താവെ എനിക്ക് അവസരം തന്ന ജീവിതത്തിൽ അനുഗ്രഹമായി കടന്നു വന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ഈ കഴുത്തിനും തോളിനും കഴുത്തിനും ഇടയ്ക്കുള്ള ചില അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. സ്കിൻ ഡിസീസ് പോലെ തോന്നുന്ന വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. പാടുകൾ പോലെ മാറാത്തതുപോലെ കിടക്കുന്ന അസുഖങ്ങളുണ്ട്. കർത്താവ് ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ ചലിക്കട്ടെ. ഒരു ഓയിന്റ്മെന്റ് പുരട്ടുന്നതുപോലെ ദൈവശക്തി ആ ഭാഗത്ത് പുരട്ടട്ടെ. ദൈവശക്തി ആ ഭാഗത്ത് പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഹീലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ബാധകൾ മാറിപ്പോകട്ടെ. അത്ഭുത വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ കർത്താവേ. അടുത്ത മീറ്റിംഗിൽ അസാധാരണമായ സാക്ഷ്യങ്ങൾ വെളിപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവാത്മാവിനോട് പറഞ്ഞു ചില ഫയലുകൾ ദൈവാത്മാവ് ഓപ്പൺ ആക്കുകയാണ്. എന്തൊക്കെയോ ചില ഫയലുകളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടാറുണ്ട്. രാത്രി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മുടങ്ങി കിടക്കുന്ന സകല നന്മകളും ഓപ്പണായി വരട്ടെ. ചില വസ്തുവകകൾ ഓപ്പൺ ആകാൻ പോകുന്നു. അതിന് ഞങ്ങൾ ആത്മാവ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ വളരെ ശക്തമായ ശുശ്രൂഷകളെ ഞങ്ങൾ ഓപ്പൺ ആക്കി യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. അടിയിൽ കർത്താവ് ചുരുങ്ങിയ നിമിഷത്ത് വചനം സംസാരിച്ചു എങ്കിലും കർത്താവെ ആ വചനം മനസ്സിലാക്കാത്തവര് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരോട് ദൈവം സംസാരിക്കുകയും ആ വചനം അവരുടെ അകത്ത് ദഹിക്കുകയും അവർക്കത് ഫലമായി ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആശീർവാദം പറഞ്ഞോളൂ. ആശീർവാദം പറഞ്ഞോളൂ. ഒരു വാക്ക് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിലല്ലോ ആശീർവാദം നമുക്ക് ദൈവസന്നിധിയിൽ ആശീർവാദം പറയാം. പിതാവായിട്ട് സ്നേഹവും പുത്രനാകുന്ന കുറച്ചുകൂടി കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സംസർഗവും സഹവാസവും നാം തുടങ്ങി ആ മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ ഇതുവരെ കൊണ്ടിരുന്ന പോലും ഇനിയും ആ കർത്താവിന്റെ സംസർഗം കൊണ്ടിരിക്കുമാറാകട്ടെ. സകല മഹത്വം ദൈവത്തിന്. ആമേ. വിട്ടുവരുന്നതായ കർത്താവിന്റെ മഹത്വം കരേറ്റ. ഹല്ലേലൂയ. 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 ആമേ. കർത്താവ് യേശുവേ എന്റെ ഹൃദയംഗമായ നന്ദിയെ ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടുള്ള പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന വിദ്വാനിയോട് എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങളോടും ദൈവനാമത്തിലുള്ള വചനത്തെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. കർത്താവിന്റെ ഹിതമാണെങ്കിൽ പിന്നെയും കാണുവാനും പ്രാർത്ഥന ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് താങ്ക് യു പാസ്റ്റർ. അത്ഭുതകരമായ ശുശ്രൂഷയായിരുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുട. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തായിട്ട് നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി എടുത്ത് ഉപയോഗിച്ചു. എല്ലാവർക്കും അത് അനുഗ്രഹമായി. എനിക്ക് അനുഗ്രഹമായി. ശന്തരെ കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. ഇനിയും നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കർത്താവിൻ്റെ ദാസനെ വിളിക്കും. ശക്തമേറെ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനെ, മിനിസ്ട്രിയെ, കുടുംബത്തെ എല്ലാം ഇനി നടക്കാൻ പോകുന്ന ശുശ്രൂഷകൾ എല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എത്ര അത്ഭുത സാക്ഷ്യങ്ങളാണ് ശുശ്രൂഷ ഇടയ്ക്ക് പറഞ്ഞത്. അത്രമാത്രം ശക്തമായി കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി ഉണർവിനും കണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും സ്വർഗത്തിലെ കർത്താവിന് കരയിറ്റുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ അടുത്ത വെനസ്ഡേ കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ് യു. ആർക്കെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.